മതിത്തനതെ കൺമണി തിരുതരുളത്തരുൾ ബീവി കൽബിലേറ്റം പ്രിയമായ മാനിതപ്പൂദേവി മതിയിലും തെളിവു കണ്ട് അചലായ ശോഭി മഹിമശില ഗുണമണി പൊരുൾ ബീരിത പ്രഭുവി മതിരനസം ഈ ഗന്ധകരളെ എന്നെയും വിട്ടല്ലോ മാറിട ക്ലേശമിൽ ഞാൻ മുങ്ങിയോനായല്ലോ ഇത് വീതം ഊരത്തവരെ നൽകനാസയാണേ എടുത്തു ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോകുവാനേ പോകുവാനൊരുങ്ങിടുന്നേ ഹലാത്തെ നലർത്തെ പോദിന ഇസ്ഹാഖറിൽ മിസ്റുലഗർ ഊത്തെ നാഗരെ പതിയിൽ തന്നെ മുത്ത് ബീവിയാരെ നല്ല പോൽ മറ ചെയ്തിടുവിൻ നാദാരെ സൗജോരെ വികൃതം അപേക്ഷയെ കൈ കൊണ്ടിടാതെ നിർത്തി വേളയിൽ ഇസ്ഹാഖറിൽ തിരുത്തോഹയർ ഉണർത്തി ഏകാവൻ മിസ്രാണതിൽ ഇറക്കിടും നിയമത്തെ എന്തിനാണു മധുപേക്ഷ ചെയ്യുന്നീതത്തെ വേദന പെരുത്തേ രോഗം
മൂത്തേ സബബന്നെ മകൻ അബൂബക്കറിനിൽ ഫനിത്തേ ആരിതം പിൻപായി മുട്ടും നീരതും തുടിത്തേ അന്തരോഗം ഒക്കെയും ഈ ബീവിയാൽ ശമിത്തേ അന്ന് നൈലിന്റെ ഓളങ്ങൾ ശോകഗീതം മൂളുന്നുണ്ടായിരുന്നു. വിശ്വചരിതത്തിൻ താളുകളിൽ സുവർണ ലിപികളിൽ കോറിയിട്ട ഒത്തിരി സംസ്കൃതികളുടെ ജന്മസ്ഥലി മിസ്ർ. മിസ്റിന്റെ മണൽത്തരികൾ വേർപാടിന്റെ നൊമ്പരം ഏറ്റുവാങ്ങുകയായിരുന്നു. ചെങ്കടലിൻ തീരത്ത് മൂകത തളം കെട്ടി നിൽക്കുന്നു. മിസ്ർ നിവാസികൾ ഒന്നടങ്കം കണ്ണീർ പൊഴിച്ചു. ബീവിയുടെ രോഗം മൂർജിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇന്ന് നോമ്പ് മുറിക്കണം, ഡോക്ടർമാരുടെ നിർദ്ദേശം. ബീവി ചെവിക്കൊണ്ടില്ല. അവർ പ്രതിവചിച്ചു, 30 വർഷമായി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ നീ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ എന്ന്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോമ്പ് മുറിക്കാൻ പറയുകയാണോ? പറ്റില്ല. ബീവി സൂറത്തുൽ അൻആം ഓതാൻ തുടങ്ങി. അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് ശാന്തിയുടെ ഭവനമുണ്ട്. അവരുടെ രക്ഷിതാവ് അവനാണ്. അവരുടെ പ്രവർത്തന ഫലമാണത് എന്ന സൂക്തം എത്തിയപ്പോൾ നഫീസത്തുൽ മിസ്രിയ എന്ന പ്രകാശഗോളം ഇഹത്തിൽ നിന്ന് അസ്തമിക്കുകയായിരുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹിജ്റ 208 റമളാൻ 15 ഈ വേർപാട്.